ഫ്രണ്ട്സ്, ആർമി പബ്ലിക് സ്കൂളിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ടീച്ചിങ് പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്, നോൺ ടീച്ചിങ് പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ആർമി പബ്ലിക് സ്കൂൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ടീച്ചിങ് സ്റ്റാഫ്. ഇത് നിങ്ങൾക്ക് ടെമ്പററി അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നോൺ ടീച്ചിങ് ഉണ്ട്, അതിന് ഞാൻ പറയാം. അപ്പോൾ ടീച്ചിങ്ങിൽ നിങ്ങൾക്ക് ഇതാ PGT കൊമേഴ്സ് ഒരു വേക്കൻസി, അതിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് കൊമേഴ്സിൽ നിങ്ങൾക്ക് MCOM ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് BEd ആണ് പറയുന്നത്, 50% മാർക്കും വേണം. പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനൊക്കെ, അതായത് MS ഓഫീസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, നിർബന്ധമല്ല, അത് ഡിസൈറബിൾ ആയിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത് TGT ഉണ്ട്, നിങ്ങൾക്ക് സയൻസ് ആണ് അതിലേക്ക്. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, സോഷ്യൽ സയൻസും വിളിച്ചിട്ടുണ്ട്. സയൻസിൽ നിലവിലൊരു വേക്കൻസിയും ബാക്കിയുള്ളതിൽ വേക്കൻസി ആയിട്ട് കൺഫേം ആയിട്ടില്ല, അത്യാവശ്യം വേക്കൻസികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന അതത് സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വിത്ത് BEd 50% മാർക്കോടുകൂടി. പിന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, നമുക്ക് MS ഓഫീസും കാര്യങ്ങളും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രാജുവേഷനും BEd ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി PRT ആണ്, ഇതിലേക്ക് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും വിളിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അതത് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുക. 2 ഇയർ ഡിപ്ലോമയാണ് എലിമെൻ്ററി എഡ്യൂക്കേഷനിലോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് BEd ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, 50% മാർക്കോട് കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾക്ക് സ്പോർട്സ് കോച്ചാണ്, ഇതിലേക്ക് ഒരു വേക്കൻസിയാണ്. ഇതിൻ്റെ വേക്കൻസി തീരുമാനിച്ചിട്ടില്ല നിലവിൽ, അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ വേക്കൻസി അത്യാവശ്യം ഉണ്ടാവും. ഇനി അതോടൊപ്പം തന്നെ സ്പോർട്സ് കോച്ച്, ഇതിൽ യോഗ, ഹോക്കി എന്ന് പറഞ്ഞിട്ട് ഫുട്ബോൾ ആൻഡ് വോളിബോളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാജുവേഷനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമയും വേണം. ഈ പറയുന്ന സായി അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയുള്ള NISS എന്നുള്ള കോച്ചിങ്ങിലുള്ള ഒരു ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. പിന്നെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് വിളിച്ചിട്ടുണ്ട്, 25 വേക്കൻസി അതിലുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്, 50% മാർക്കോട് കൂടി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നഴ്സറി ടീച്ചർ എഡ്യൂക്കേഷനിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് BEd നഴ്സറി അങ്ങനെ കഴിഞ്ഞവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് പ്രീ പ്രൈമറി കോർഡിനേറ്റർ വിളിച്ചിട്ട് ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ആണ്, വിത്ത് 2 ഇയർ ഡിപ്ലോമയാണ് ഈ പറയുന്ന എലിമെൻ്ററി എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ BEd നഴ്സറി ആണ്, 50% മാർക്കോട് കൂടി. ഓക്കെ, ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ട്. ഇത് 3 ഇയർ ഡ്യൂറേഷനിലേക്കുള്ള ഫിക്സ്ഡ് ടേം ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ വിളിച്ചിട്ടുണ്ട്. ഇത് എക്സ് സർവീസ്മാൻ ആണ് അവർ കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, എക്സ് സർവീസ്മാൻ ആണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഗ്രാജുവേഷൻ ആണ്. അപ്പോൾ ഇവിടെ എക്സ് സർവീസ്മാൻ മാത്രമല്ല കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ആർക്കായിരിക്കും കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുക, ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് അത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 15 ഇയേഴ്സ് സർവീസുമാണ് ഡിഫൻസിൽ, അങ്ങനെയുള്ളവരാണ് പരിഗണിക്കുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആയിരിക്കണം, അതായത് MS ഓഫീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ ഡോക്യുമെൻറ്റ്സും സ്റ്റോർ ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി LDC ഉണ്ട്, ഇത് എക്സ് സർവീസ്മാൻ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 3 വേക്കൻസി LDCയിലേക്ക് എക്സ് സർവീസ്മാൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേക്ക് എനിക്ക് ഗ്രാജുവേറ്റ് കഴിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ 10 ഇയർ ക്ലർക്കായിട്ടുള്ള ഒരു 10 ഇയർ സർവീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി ഡ്രൈവർ, ഇതിലേക്കും എക്സ് സർവീസ്മാൻ ആണ് ഒരു കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുന്നത്, ആർക്കും വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ സീരിയൽ നമ്പർ 2 LDCയിലേക്ക് എക്സ് സർവീസ്മാൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലൊരു വേക്കൻസിയാണ്. ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഐസൈറ്റൊക്കെ പെർഫെക്റ്റ് ആയിരിക്കുക, ഹെൽത്ത് പെർഫെക്റ്റ് ആയിരിക്കുക, ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഡ്രൈവറിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. പക്ഷേ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും. ദെൻ റിസപ്ഷനിസ്റ്റ് ആണ്, ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആണ്, വിത്ത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, MS ഓഫീസൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ അറിയിക്കണം. അപ്പോൾ ഇത്രയാണ് നിലവിലെ വേക്കൻസി. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഓഫ്ലൈനായിട്ടാണ്, പോസ്റ്റലായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പോസ്റ്റലായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോകോപ്പി അതിൻ്റെ കൂടെ വെക്കണം. അപേക്ഷാ ഫോം ഉണ്ട്, അത് ഞാൻ കാണിക്കാം. 5 മെയ് 5 അവിടെ എത്തേണ്ട അവസാന തീയതി. അഡ്രസ്സ് ഞാൻ പറയാം. അതോടൊപ്പം ഒരു 250 രൂപ നിങ്ങൾക്ക് അപേക്ഷാ ഫീസിൻ്റെ എങ്ങനെ ഫീ അടയ്ക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് നിങ്ങളെ ഫോൺ വഴി ഒരു കോൺടാക്ട് ചെയ്യും. പിന്നീട് മെയിലും കാര്യങ്ങളൊക്കെ വരും, കറക്റ്റ് ഇൻ്റർവ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. പേ സ്കെയിൽ കാര്യങ്ങൾ നിങ്ങൾക്കൂടെ കാണാം, ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓരോന്നിൻ്റെയും പോസ്റ്റ് വൈസ് പേ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 250 രൂപ ഫീ ഉണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക്
അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ GOC എലിജിബിൾ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ കാണാം APS എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ് വരുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് പോസ്റ്റിംഗ് ഇവിടെ ഹരിയാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതാ ഇവിടെ APS എന്നുള്ള അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യും. താഴോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ ഫോം ടീച്ചിങ് സ്റ്റാഫിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതാണ് ഫോം, ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഈ ഫോം ഫില്ല് ചെയ്യുന്നതിലേക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മറ്റോ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത് നോൺ ടീച്ചിങ് ആണെങ്കിൽ ഇത് നിങ്ങൾ ഈ രണ്ടാമത്തെ ഫോമാണ് കേട്ടോ. ഓക്കെ, ടീച്ചിങ് പോസ്റ്റ് ആണെങ്കിൽ ഒന്നാമതായി ടീച്ചിങ് സ്റ്റാഫ് എന്നുള്ളതിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നോൺ ടീച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തതായി ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കണം 250 എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കാനുള്ള ലിങ്ക് കിട്ടും 250. അപ്പോൾ ഇത് നമ്മൾ നിങ്ങളുടെ എന്താണ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ATM കാർഡൊക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പേരും അതുപോലെ ഇമെയിലും ഫോൺ നമ്പറൊക്കെ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേ ചെയ്യാം. പേ ചെയ്താൽ അതിൻ്റെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷയോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കണം. അപേക്ഷ ഫീയും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുത്തിട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതാ അപേക്ഷ ഇതിൻ്റെ ഇതിലുണ്ട്, നമ്മളെ കാണിക്കുക. നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും ടോപ്പിലുണ്ട് അഡ്രസ്സ്. ഇതാണ് അഡ്രസ്സ്. ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കട്ടെ. നിങ്ങൾക്ക് ഇതാണ് അഡ്രസ്സ്. നിങ്ങളുടെ കാണാം RB പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഈ പറയുന്ന നമ്മുടെ പിൻകോഡ് സഹിതം 134107 എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി May 5 കേട്ടോ. May 5 ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.